ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് നമ്മൾ വയനാട്ടിലോട്ട് എത്തുന്നത്. DTDC ഒക്കെ 6 മണിക്ക് തന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം തന്നെ കൊറിയർ വിടേണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓഫീസിൽ കൊറിയറൊക്കെ എത്തിച്ചു കൊടുത്തു. ഓരോ ദിവസം കഴിയുന്തോറും വേനാടന്റെ പ്രോഡക്റ്റുകൾ പുതിയ സ്ഥലങ്ങളിലേക്കാണ് ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ വേനാടൻ പിക്കിൾസ് മാത്രമാണ് തുടക്കത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റു വയനാടിന്റെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസുകൾ നമ്മൾ പിന്നീട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന കസ്റ്റമർ ആൾക്ക് വയനാടൻ സ്പെഷ്യൽ കോഫി പൗഡർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റോടും ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വയനാടിന്റെ പ്രകൃതിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് മേപ്പാടി റൂട്ടിലൂടെ ഡ്രൈവിംഗിന് പോയി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഷോപ്പ് ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. ഇതാണ് ഷോപ്പ്, മോമോ ഫാക്ടറി. നല്ലൊരു ലൊക്കേഷനിലെ കിടിലൻ ആംബിയൻസിലാണ് ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനാഗ്രേഷന് ശേഷം ഡേറ്റ്സ് ഒക്കെ കഴിച്ച് ഉള്ളിലോട്ട് കയറി. ഇവിടെ പ്രധാനമായിട്ടും മോമോസിന്റെ വെറൈറ്റി ഐറ്റംസ് ആണുള്ളത്. അതേപോലെ തന്നെ ബർഗർ, സാൻഡ്വിച്ച്, ഷേക്ക്, വെറൈറ്റി ഐറ്റംസ്, ജ്യൂസ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളും. അങ്ങനെ നമ്മളും അവരുടെ സ്പെഷ്യൽ മോമോസ് ഒന്ന് ട്രൈ ചെയ്തു. ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മേപ്പാടിയിലാണ്. മേപ്പാടി പോലീസ് സ്റ്റേഷന്റെയും ബില്യപള്ളിയുടെയും തൊട്ടടുത്തായിട്ടാണ്. അവിടുന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ചൂരൽമല ദുരന്ത ബാധിതർക്ക് മുസ്ലിം ലീഗ് വെച്ചു കൊടുത്തിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെ കണ്ടു. ഓൾറെഡി ഒരുപാട് പേര് അവിടെ താമസമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് വീടുകളുടെ പണികളും നടക്കുന്നുണ്ട്. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.